2014-ന്റെയും 2019-ന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയ ഒരു സർക്കാർ ഇന്ത്യയിൽ ഭരണം നടത്തി എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ പാർലമെന്റിൽ സിംഗിൾ മെജോറിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലും വോട്ടർമാരുടെ ശതമാനം എടുത്ത് പരിശോധിച്ചാൽ BJPക്കും BJPയുടെ മുന്നണിക്കും 40% ചുവടെയാണ് വോട്ട് കിട്ടിയത്. അതായത് ഇന്ത്യക്കാർ 100 പേർ വോട്ട് ചെയ്തവരിൽ 40-ൽ കുറവ് മാത്രമാണ് BJPക്കും BJPയുടെ സഖ്യകക്ഷിക്കും വോട്ട് ചെയ്തത്. ആ 40-ൽ കുറവുള്ളവരും മതരാഷ്ട്രം ആഗ്രഹിച്ചിട്ടൊന്നും വോട്ട് ചെയ്തവരല്ല, മറ്റു പല കാരണങ്ങളാൽ വോട്ട് ചെയ്തവരാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും മതരാഷ്ട്രവാദത്തിനെതിരാണ്. ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മതസാഹോദര്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്ത് നിലനിന്നു പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കേരളത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. മതവർഗീയ ആശയങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന ജനതയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം. കേരളത്തിന്റെ വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിച്ചാൽ കേരളത്തിൽ 100 പേർ വോട്ട് ചെയ്താൽ അതിൽ 86 പേരും BJPക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ്. അതായത് മഹാഭൂരിപക്ഷമാണ്. ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ ആന്റി BJP മൈൻഡ് സെറ്റ് വലിയ നിലയിലാണ്. ആ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില തെറ്റായ പ്രചരണങ്ങളിൽ പെട്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം. BJP വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒറ്റക്കക്ഷിക്കുള്ള കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നൊരു പ്രചരണം 2019-ൽ നടന്നു. ആ പ്രചരണത്തിൽ പലരും പെട്ടുപോയി. ഇടതുപക്ഷം ഒരു സീറ്റിൽ വിജയിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ പരാജയപ്പെടും. അത് ഒറ്റക്കക്ഷി എന്നുള്ള കോൺഗ്രസിന്റെ സാധ്യതക്ക് തടസ്സമാണ്. ഇതായിരുന്നു പ്രചരണം. ആ പ്രചരണത്തിൽ പലരും പെട്ടുപോയി. ഇടതുപക്ഷത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം തന്നെ തുടർന്നും കേരളത്തിൽ ഭരിക്കണമെന്നുള്ള മനസ്സുകൊണ്ട് തന്നെ ഇടതുപക്ഷം തന്നെ കേരളത്തിൽ ശക്തമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചു തന്നെ ഈ ഒരു പ്രചരണത്തിൽ പെട്ടുപോയി പലരും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതായിരുന്നു 2019-ന്റെ പ്രത്യേകത. എന്നാൽ ഈ 5 കൊല്ലത്തെ അനുഭവം ഈ വോട്ടർമാരെ ഒരു ശരിയായ അധ്യാപകൻ ശരിയായ പാതയിൽ നയിക്കുന്നത് പോലെ കൊണ്ടെത്തിച്ചു. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും വിജയിച്ചു വന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ MP-മാർ UDF BJP ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിനെതിരെ മൗനം പാലിച്ചു.